current affairs, and general knowledge. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് തീംസിനെ പറ്റിയിട്ടാണ്. A channel for current affairs and general knowledge. നമുക്കറിയാം, നമ്മൾ ഇതേപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ജനുവരി മാസത്തെ ഇമ്പോർട്ടൻ്റ് ഡേയ്സ്, അതായത് ദിവസങ്ങൾ ഏതാണെന്നുള്ള. ഒരു മാസം എല്ലാ ദിവസങ്ങൾക്കും പ്രത്യേകതയൊന്നുമില്ല, ചില ദിവസങ്ങൾക്ക് മാത്രം പ്രത്യേകത ഉണ്ട്. അതേപോലെ തന്നെ ചില ദിവസത്തിന് ചില പ്രമേയങ്ങളും ഉണ്ട്. അത് എല്ലാത്തിനും ഉണ്ടെങ്കിൽ തന്നെ ചിലതിന് മാത്രമേ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുള്ളൂ. അതായത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ദിവസത്തിനും പ്രത്യേകതയൊന്നുമില്ല. ചില ദിവസത്തിൻ്റെ പ്രമേയത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒന്ന് ചെയ്തതിൽ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ പ്രമേയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ ഗ്ലോബൽ ഫാമിലി ഡേ എന്നാണെന്നുള്ളത് നമുക്കറിയാം. ജനുവരി 1-ാം തീയതിയാണ് ഗ്ലോബൽ ഫാമിലി ഡേ. ജനുവരി 1-ാം തീയതിയാണ് ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ട് കണക്കാക്കുന്നത്. അതിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ എംബ്രേസിങ് ഡൈവേഴ്സിറ്റി ആൻഡ് സ്ട്രെങ്തനിങ് ഫാമിലീസ് എന്നാണ്. സോ ഗ്ലോബൽ ഫാമിലി ഡേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി 1-ആണ്. അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ എംബ്രേസിങ് ഡൈവേഴ്സിറ്റി ആൻഡ് സ്ട്രെങ്തനിങ് ഫാമിലീസ് എന്നാണ്. അടുത്താണ് ജനുവരി 4-ാം തീയതി. ജനുവരി 4-ാം തീയതി എന്താണെന്ന് ചോദിച്ചാൽ വേൾഡ് ബ്രെയിൽ ഡേ ആണ്. ലൂയി ബ്രെയിലിൻ്റെ ഇതിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ എംപവറിങ് ത്രൂ ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി. എംപവറിങ് ത്രൂ ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി എന്നാണ് ലൂയി ബ്രെയിലിൻ്റെ ദിവസമായിട്ടുള്ള വേൾഡ് ബ്രെയിൽ ഡേ, അതായത് ജനുവരി 4-ാം തീയതി. ഇതിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ എംപവറിങ് ത്രൂ ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി. അടുത്താണ് ജനുവരി 5. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നാഷണൽ ബേർഡ് ഡേ, പക്ഷി ദിവസമാണ്. ഇന്ത്യയിലത്തെ ആണെന്ന് നോക്കുക. നാഷണൽ ബേർഡ് ഡേ ജനുവരി 5. അത് എന്നാണ് ആചരിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2002 മുതലാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, സോ 2024 ഈ കൊല്ലത്തെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ റൈറ്റ് ടു ഫൈറ്റ് എന്നാണെന്ന് നോക്കുക. ഏവിയൻ വെൽഫെയർ കൊലീഷനാണ് ഇത് ആചരിക്കാൻ നേതൃത്വം കൊടുക്കുന്നതെന്ന് നോക്കുക. സോ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, നോക്കണ്ട. ജനുവരി 5-ആണ് നാഷണൽ ബേർഡ് ഡേ എന്ന് നോക്കുക. 2002 മുതൽ ആചരിക്കാൻ തുടങ്ങി. ഈ കൊല്ലത്തെ അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ റൈറ്റ് ടു ഫൈറ്റ് ആണെന്ന് നോക്കുക. അടുത്താണ് ജനുവരി 6 വേൾഡ് വാർ ഓർഫൻസ് ഡേ, അതായത് യുദ്ധത്തിലൊക്കെ പെട്ട് അനാഥരാകുന്ന കുട്ടികളെ ഓർമ്മിപ്പിക്കാൻ അല്ലെങ്കിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസം, അവർക്ക് വേണ്ടിയിട്ടുള്ള ദിവസം, അത് ജനുവരി 6. അതിൻ്റെ തീം എന്താ വെച്ചാൽ 2 തീമായിട്ട് വരുന്നുണ്ട്. ഒന്ന് ഓർഫൻ ലൈഫ്സ് മാറ്റർ, അതുപോലെ തന്നെ സ്റ്റാൻഡിങ് അപ്പ് ഫോർ വാർ അഫക്റ്റഡ് ചിൽഡ്രൻ. ഓക്കെ, സോ ഇത് ഓർത്തിരിക്കണം. ഒന്ന് ഓർഫൻ ലൈഫ്സ് മാറ്റർ, അതേപോലെ തന്നെ സ്റ്റാൻഡ് അപ്പ് ഫോർ ദ വാർ അഫക്റ്റഡ് ചിൽഡ്രൻ. ഇതാണ് ജനുവരി 6-ാം തീയതിയിലത്തെ വേൾഡ് വാർ ഓർഫൻ ഡേ എന്ന് പറയുന്ന ഇതിൻ്റെ തീം എന്നും കൂടി നോക്കാം. അടുത്താണ് ജനുവരി 8 എർത്ത് റൊട്ടേഷൻ ഡേ എന്നാണ് ഇത് പറയപ്പെടുന്നത്. ജനുവരി 8 എർത്ത് റൊട്ടേഷൻ ഡേ. ഇതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഹോണറിങ് ദ ഡിസ്കവറി ഓഫ് അവർ പ്ലാനറ്റ്സ് മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ ഗ്രഹങ്ങളിലെ ചലനത്തിൻ്റെ കണ്ടെത്തലിനെ ആദരിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളതൊക്കെ കണ്ടെത്തൽ നടത്തിയല്ലോ, അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വേണ്ടിയിട്ടാണ് ജനുവരി 8 ആചരിക്കുന്നത് നോക്കുക. സോ അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഹോണറിങ് ദ ഡിസ്കവറി ഓഫ് അവർ പ്ലാനറ്റ്സ് മൂവ്മെൻറ്റ്. അടുത്താണ് ജനുവരി 9-ാം തീയതി. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഭാരതീയ പ്രവാസി ദിവസമാണെന്ന് നോക്കുക. പ്രവാസി ഭാരതീയ ദിവസം അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ ദിവസം എന്ന് നോക്കുക. അല്ലെങ്കിൽ ഇത് NRI ഡേ എന്നും കൂടി ഇതിന് ആചരിക്കുന്നുണ്ട്, NRI ഡേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതെന്താ നോക്കാം. മെയിനായിട്ട് ഇത് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്, അതായത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത് 1915-ലാണ് ജനുവരി 9-ാം തീയതി. അതുകൊണ്ടാണ് ഈ ജനുവരി 9 എന്ത് NRI ഡേ അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഈ 2021-ലെ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കോൺട്രിബ്യൂട്ടിങ് ടു ദ ആത്മനിർഭർ ഭാരത് എന്നാണെന്നും കൂടി നോക്കുക. സോ 2021-ലെ തീം എന്താണെന്ന് ചോദിച്ചാൽ കോൺട്രിബ്യൂട്ടിങ് ടു ആത്മനിർഭർ ഭാരത് ആണെന്ന് നോക്കുക. അതേപോലെ തന്നെ 2024-ലെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഡയസ്പോറ റിലയബിൾ പാർട്ണർ ഫോർ ഇന്ത്യാസ് അമൃത്കാൽ ഇൻ പ്രോഗ്രസ് ഇൻ അമൃത്കാൽ. ഓക്കെ, സോ 2024-ലെ എന്താണെന്ന് ചോദിച്ചാൽ ഡയസ്പോറ റിലയബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃത്കാൽ എന്നാണ് നോക്കാം.
ഇതിൻ്റെ ഇനോഗ്രൽ സെലിബ്രേഷൻ ആദ്യമായിട്ട് നടത്തിയതെന്ന് ചോദിച്ചാൽ 2003 ആണെന്ന് നോക്കാം. ഓക്കെ, 2003 മുതലാണെന്ന് നോക്കാം. ഈ 2015 മുതലാണ് ഇതൊരു ബൈനിയൽ ഇവൻ്റായിട്ട് ആചരിക്കാൻ തുടങ്ങി. അതായത് ഈ 2 കൊല്ലം മുമ്പ് ഓരോ കൊല്ലം ആണ് ആചരിക്കുന്നതെങ്കിൽ 2015 മുതൽ അത് ഓരോ 2 കൊല്ലം കൂടുമ്പോഴാണ് ഇത് ആചരിക്കുന്നത്. പിന്നെ ഇതൊരു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതും കൂടി നോക്കാം. സോ പ്രവാസി ഭാരതീയ ദിവസം എന്നാണ് ചോദിച്ചാൽ ജനുവരി 9 അതായത് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. എന്നാണെന്ന് ചോദിച്ചാൽ 1915 ആണെന്ന് നോക്കാം. പിന്നെ അതേപോലെ തന്നെ 2021 തീം, അതായത് 2015 മുതലാണല്ലോ അത് ആചരിക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ 2003 മുതൽ ആചരിക്കാൻ തുടങ്ങി. 2015 മുതൽ ഈ 2 കൊല്ലം കൂടുമ്പോഴാണ് ഇത് ആചരിക്കാൻ തുടങ്ങുന്നത് നോക്കാം. സോ 2021 തീം എന്താണെന്ന് ചോദിച്ചാൽ കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത് ആണ്. 24 എന്താണെന്ന് ചോദിച്ചാൽ ഡയസ്പോറ റിലയബിൾ പാർട്ണർ ഫോർ ഇന്ത്യസ് പ്രോഗ്രസ് ഇൻ അമൃത് കാൽ. പിന്നെ ഇത് നേതൃത്വം കൊടുക്കുന്ന മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണെന്ന് കൂടി നോക്കാം. അടുത്താണ് വേൾഡ് ഹിന്ദി ഡേ. ഓക്കെ, ജനുവരി 10 വേൾഡ് ഹിന്ദി ഡേ എന്ന് നോക്കാം. അതായത് ഹിന്ദി അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞിരുന്നു ഇമ്പോർട്ടൻറ്റ് ഡേയ്സിൽ. സോ നമ്മളിവിടെ തീംസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദി ബ്രിങ്ങിങ് ട്രഡീഷണൽ നോളജ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സോ ഇതിൻ്റെ തീം ചോദിച്ചാൽ ഹിന്ദി ബ്രിങ്ങിങ് ട്രഡീഷണൽ നോളജ്. ഓക്കെ, ബ്രിങ്ങിങ് ട്രഡീഷണൽ നോളജ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ പ്രസൻസ് ഏതാണ്ട് 20ഓളം രാജ്യത്തുണ്ടെന്ന് നോക്കാം. ഹിന്ദീൻ്റെ പ്രസൻസ് പല രാജ്യത്തും ഹിന്ദിക്കാരുണ്ട്. ഹിന്ദീൻ്റെ പ്രസൻസ് ഭാഷണം 20 രാജ്യത്തോളം ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് ഇത് ഡെറൈവ് ചെയ്തത്, ഹിന്ദി എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. സോ ജനുവരി 10 എന്താണെന്ന് ചോദിച്ചാൽ വേൾഡ് ഹിന്ദി ഡേ ആണ്. അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദി ട്രഡീഷണൽ ബ്രിഡ്ജിങ് ട്രഡീഷണൽ നോളജ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുപോലെ തന്നെ 20ഓളം രാജ്യത്ത് ഇതിൻ്റെ പ്രസൻസ് ഹിന്ദീൻ്റെ ഭാഷേൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഡെറൈവ് ചെയ്ത ഏത് ഭാഷയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേർഷ്യൻ ഭാഷ എന്നാണ് കൂടി നോക്കാം. അടുത്താണ് ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ. യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ് ഈ നാഷണൽ യൂത്ത് ഡേ. ജനുവരി 12 ആണ് ഇത് ആചരിക്കുന്നത്. ഇത് ആരുടെ ഓർമ്മയ്ക്കാന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദൻ്റെ ഓർമ്മയ്ക്കാണ്. കാരണം അദ്ദേഹം ജനിച്ചത് 1863 ജനുവരി 12 നോക്കാം. ഓക്കെ, 1863 ജനുവരി 12 അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ടാണ് ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതേപോലെ തന്നെ 1893 ഒരു പ്രത്യേകത ഉണ്ട്. 1893 ആണ് ഇദ്ദേഹത്തിൻ്റെ ചിക്കാഗോ പ്രസംഗം ഉണ്ടായതും കൂടി ആലോചിക്കാം ഈ കൂട്ടത്തിൽ. ഇതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ 2022 തീം ഇറ്റ്സ് ഓൾ ഇൻ മൈൻഡ്, എല്ലാം നമ്മുടെ മനസ്സിലുണ്ടെന്നാണ്. ഓക്കെ, 2022 തീം ഇറ്റ്സ് ഓൾ ഇൻ മൈൻഡ്. 2023 തീം എന്താണെന്ന് ചോദിച്ചാൽ വികസിത് യുവ വികസിത് ഭാരത്. 2023 തീം എന്താണെന്ന് ചോദിച്ചാൽ വികസിത് യുവ വികസിത് ഭാരത്. അതേപോലെ തന്നെ 2024 തീം എന്താണെന്ന് ചോദിച്ചാൽ മൈ ഭാരത് വികസിത് ഭാരത് അറ്റ് 2024. വികസിത് ഭാരത് അറ്റ് 2024. യുവാ കെ ലിയെ യുവാ കെ ദ്വാര ബൈ ദ യൂത്ത് ഫോർ ദ യൂത്ത് എന്നാണ് കൂടി ഓർത്തിരിക്കുക. സോ വികസിത് ഭാരത് അറ്റ് 2047 യുവാ കെ ലിയെ യുവാ കെ ദ്വാര എന്നാണ്, അതായത് ബൈ ദ യൂത്ത് ഫോർ ദ യൂത്ത് എന്നാണ് കൂടി ആലോചിക്കുക. ഇത് ആദ്യം ആചരിക്കാൻ തുടങ്ങിയ എന്താണെന്ന് ചോദിച്ചാൽ 1984 കൂടി നോക്കുക. പിന്നെ ഇത് നേതൃത്വം കൊടുക്കുന്ന മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണെന്ന് കൂടി നോക്കാം. സോ നാഷണൽ യൂത്ത് ഡേ ആരുടെ ഓർമ്മയ്ക്കാന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദൻ്റെ ബർത്ത് ദിവസമാണ്. ജനുവരി 12 1863 അദ്ദേഹം ജനിക്കുന്നത്. അതേപോലെ തന്നെ 2022 തീം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ് ആണ്. ഈ 22, 23, 24 പറയാൻ കാരണം ഇത് ഏത് വേണമെങ്കിലും ചോദിക്കാം, അതുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ 2023 വികസിത് യുവ വികസിത് ഭാരത് എന്ന് നോക്കാം. അതുപോലെ തന്നെ 2024 തീം എന്താണെന്ന് ചോദിച്ചാൽ വികസിത് ഭാരത് അറ്റ് 2047 യുവാ കെ ലിയെ യുവാ കെ ദ്വാര ബൈ ദ യൂത്ത് ഫോർ ദ യൂത്ത്. ഇത് മിനിസ്റ്റർ ഓഫ് സ്പോർട്സ് അഫയേഴ്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് നേതൃത്വം കൊടുക്കുന്നത്. ആദ്യം സെലിബ്രേറ്റ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ 1984 കൂടി നോക്കുക. അടുത്താണ് ജനുവരി 25. ജനുവരി 25 പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് VT, അതായത് വോട്ടേഴ്സ് ഡേ, അതുപോലെ തന്നെ ടൂറിസം ഡേ. സോ അത് നമുക്ക് എന്താ നോക്കാം. വോട്ടേഴ്സ് ഡേൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ. ഓക്കെ, നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ എന്നാണ് ഈ വോട്ടേഴ്സ് ഡേൻ്റെ
തീം. അതേപോലെ തന്നെ വേറൊരെണ്ണമാണ് ടൂറിസം ഡേ, അതും ജനുവരി 25ആണ്. അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ സസ്റ്റൈനബിൾ ജേർണി ടൈംലെസ് മെമ്മറീസ് ആണെന്നും കൂടി നോക്കാം. സോ വോട്ടേഴ്സ് ഡേ ആണെങ്കിൽ നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. ടൂറിസം ഡേ ആണെങ്കിലോ സസ്റ്റൈനബിൾ ജേർണി ടൈംലെസ് മെമ്മറീസ് ആണെന്നും കൂടി നോക്കാം. അടുത്താണ് ജനുവരി 26 റിപ്പബ്ലിക് ഡേൻ്റെ ഒരു തീം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് വികസിത് ഭാരത്. ഓക്കെ, ഒന്ന് വികസിത് ഭാരത്, അതായത് ഡെവലപ്ഡ് ഇന്ത്യ. ആൻഡ് ഭാരത് ലോക്തന്ത്ര കി മാതൃക, ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി എന്നാണ് ഇതിൻ്റെ തീം എന്ന് നോക്കുക. വികസിത് ഭാരത് ആൻഡ് ഭാരത്. ഓക്കെ, ഡെവലപ്പ് ഇന്ത്യ ആൻഡ് ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി. സോ റിപ്പബ്ലിക് ഡേൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ വികസിത് ഭാരത്, അതായത് ഡെവലപ്ഡ് ഇന്ത്യ, അതുപോലെ തന്നെ ആൻഡ് ഭാരത് ലോക്തന്ത്ര കി മാതൃക, ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി എന്നും കൂടി നോക്കാം. അടുത്താണ് ജനുവരി 26 ദിവസം എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ കസ്റ്റംസ് ഡേ ആണ്. ഓക്കെ, ഇൻ്റർനാഷണൽ കസ്റ്റംസ് ഡേ. അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ കസ്റ്റംസ് എൻഗേജിങ് ട്രഡീഷണൽ ആൻഡ് ന്യൂ പാർട്ട്നേഴ്സ് വിത്ത് പർപ്പസ്. ഓക്കെ, കസ്റ്റംസ് എൻഗേജിങ് ട്രഡീഷണൽ ആൻഡ് ന്യൂ പാർട്ട്നേഴ്സ് വിത്ത് പർപ്പസ് ആണ് എന്നും കൂടി നോക്കാം. അടുത്താണ് ജനുവരി 28, അതിൻ്റെ ദിവസം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ലെപ്രസി ഡേ. ഓക്കെ, അതുപോലെ തന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ ഡേ. ഇത് രണ്ടുമാണ് ഈ ജനുവരി 22 ദിവസം നോക്കുക. ഈ ലെപ്രസി ഡേൻ്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റ് ലെപ്രസി എന്നാണ് ഈ 2024 തീം. അതേപോലെ തന്നെ ഈ വേൾഡ് പ്രൊട്ടക്ഷൻ ഡേ, വേൾഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഡേ അതെന്താണെന്ന് ചോദിച്ചാൽ ജനുവരി 28ആണ്. അതിൻ്റെ തീം വേൾഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഡേൻ്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഡാറ്റ എന്ന് നോക്കുക. സോ ലെപ്രസി ഡേ ബീറ്റ് ലെപ്രസി, ഡാറ്റ പ്രൊട്ടക്ഷൻ ഡേ ആണെങ്കിൽ ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഡാറ്റ. അടുത്താണ് ജനുവരി 30 വേൾഡ് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് ഡേ. ഓക്കെ, വേൾഡ് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസസ് ഡേ. ഇത് നമ്മൾ കഴിഞ്ഞ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് എന്നുള്ള ടോപ്പിക്കിൽ പറയാത്തതാണ്, അത് നോക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് വേൾഡ് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് ഡേ. അതിൻ്റെ തീം എന്താ ചോദിച്ചാൽ യുണൈറ്റ് ആക്ട് എലിമിനേറ്റ്, UAE എന്ന് ഓർക്കുക, യുണൈറ്റ് ആക്ട് ആൻഡ് എലിമിനേറ്റ്. ഓക്കെ, യുണൈറ്റ് ആക്ട് ആൻഡ് എലിമിനേറ്റ് അങ്ങനെ കൂടി നോക്കുക. അടുത്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ തീം ഫോർ ദ ഗ്ലോബൽ ഫാമിലി ഡേ 2024? ഓപ്ഷൻ എ പ്രൊമോട്ടിംഗ് വേൾഡ് പീസ്, ഓപ്ഷൻ ബി എംബ്രേസിംഗ് ഡൈവേഴ്സിറ്റി ആൻഡ് സ്ട്രെങ്തനിങ് ഫാമിലീസ്, ഓപ്ഷൻ സി ബിൽഡിംഗ് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റീസ്, ഓപ്ഷൻ ഡി ഫോസ്റ്ററിംഗ് ഗ്ലോബൽ യൂണിറ്റി ത്രൂ എഡ്യൂക്കേഷൻ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, എംബ്രേസിംഗ് ഡൈവേഴ്സിറ്റി ആൻഡ് സ്ട്രെങ്തനിങ് ഫാമിലീസ് എന്നാണെന്ന് നോക്കാം. അടുത്താണ്, when was വേൾഡ് ബ്രെയിൽ ഡേ റെക്കഗ്നൈസ്ഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി? വേൾഡ് ബ്രെയിൽ ഡേ എന്നാണ് റെക്കഗ്നൈസ് ചെയ്ത് അല്ലെങ്കിൽ എന്നാണ് ആചരിക്കാൻ തുടങ്ങിയതെന്നാണ്. ഓപ്ഷൻ എ 2010, ഓപ്ഷൻ ബി 2015, ഓപ്ഷൻ സി 2018, ഓപ്ഷൻ ഡി 2020. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2018 ആണ് നോക്കാം. ഓക്കെ, ഈ ബ്രെയിൽ ഡേ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ലൂയിസ് ബ്രെയിലിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം എവിടുത്തുകാരനാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ചുകാരനാണെന്നും കൂടി നോക്കാം. അടുത്താണ്, വാട്ട് ആർ ദ തീംസ് ഫോർ വേൾഡ് ഡേ ഓഫ് വാർ ഓർഫൻസ് 2024? അതായത് വേൾഡ് വാർ ഓർഫൻസ് ഡേ 2024 തീം എന്താണെന്നാണ്. ഓപ്ഷൻ എ പീസ് ആൻഡ് ഹാർമോണി ആൻഡ് ചിൽഡ്രൻ ഓഫ് ദ വേൾഡ്, ഓപ്ഷൻ ബി orphan lives matter and standing up for the war affected children, option C heal the world and future for children, option D stop the war and hope for orphans. നമ്മളിത് പറഞ്ഞൊരു 2 തീം ഉണ്ട് എന്നുള്ള. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഓർഫൻ ലൈഫ്സ് മാറ്റർ ആൻഡ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ ദ വാർ അഫക്റ്റഡ് ചിൽഡ്രൻ. അടുത്താണ്, വിച്ച് ഓർഗനൈസേഷൻ ഇനീഷ്യേറ്റഡ് ദ വേൾഡ് ഡേ ഓഫ് വാർ ഓർഫൻസ് ഡേ? ഈ വാർ ഓർഫൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന ഏത് സംഘടന എന്നാണ്. ഓപ്ഷൻ എ യൂണിസെഫ്, ഓപ്ഷൻ ബി സേവ് ദ ചിൽഡ്രൻ, ഓപ്ഷൻ സി SOS ഇൻഫാക്ട്സ്, ഡി ഡിസ്ട്രസ് ആൻഡ് ഓപ്ഷൻ ഡി WHO. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി SOS ആണെന്ന് നോക്കാം. ഈ വാർ ഓർഫൻസ് ഡേന് നേതൃത്വം കൊടുക്കുന്നത് ഏത് സംഘടനയെന്ന് ചോദിച്ചാൽ SOS ആണെന്ന് കൂടി നോക്കാം. അതേപോലെ തന്നെ ഒരു കോട്ടിംഗ് ആണ്, ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പുസ്തകത്തിനും അതുപോലെ ഒരു പേനയ്ക്കും ലോകത്തെ മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലാല യൂസഫ്സായി എന്ന് നോക്കാം. ഇവർ 2014
നോബൽ പ്രൈസ് നേടിയ വ്യക്തിയാണെന്ന് നോക്കുക. ഓക്കെ, നോബൽ പ്രൈസ് നേടിയ വ്യക്തിയാണ്, 2014 പ്രായം കുറഞ്ഞതാണ്, യങ്ങസ്റ്റ്. ഓക്കെ, സോ ഏതൊരു കുട്ടിക്കും അതുപോലെ തന്നെ അധ്യാപകനും ഒരു പുസ്തകത്തിന് ഒരു പേനയ്ക്ക് വരെ നമ്മുടെ ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് ആര്? ഈ മലാല യൂസഫ്സായി എന്നും കൂടി ഓർക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഇമ്പോർട്ടൻറ്റ് തീംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ വീഡിയോ. നമുക്കപ്പോൾ ഇനി അടുത്തതുള്ള ഫെബ്രുവരിയാണ്, ഇതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആയിട്ട് ബന്ധപ്പെട്ട ജനുവരിയിൽ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് അതുപോലെ തന്നെ തീംസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. അടുത്ത വീഡിയോ ആയിട്ടും കാണാം. താങ്ക് യു.